നമസ്കാരത്തിൻ്റെ സമയമെത്തുമ്പോൾ സാധാരണഗതിയിൽ നടത്തുന്ന ഒരു ആഹ്വാനമുണ്ട്. ആഹ്വാനം ഇദ്ദേഹത്തോട് എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കൊടുക്കണം. ഇദ്ദേഹത്തിന് എന്തെങ്കിലും കടങ്ങളുണ്ടെങ്കിൽ ആ കടം ഇന്ന ആളുകളുമായി ബന്ധപ്പെട്ട് തീർക്കണം. ഇങ്ങനത്തെ ഒരു അനൗൺസ്മെൻ്റ്, ഒരാഹ്വാനം പൊതുവെ നമ്മളെ ഓരോരുത്തരെ സംബന്ധിച്ചും ഉണ്ടാവാനാണ് കൂടുതൽ സാധ്യത. അപ്പം അതിലെ രണ്ടാം പാതി കടം എന്ന് പറയുന്നത് സീറോ ആക്കി എനിക്ക് മരിക്കാൻ കഴിയണം എന്നത് ജീവിതത്തിലെ ഒരു നിലപാടായി സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. സ്വാഭാവികമായിട്ടും കച്ചവടവും ജീവിതവും ഒക്കെ ആകുമ്പോൾ പണം നമുക്ക് ആവശ്യമുണ്ടാകും, പലയിടത്തു നിന്നും കടം വാങ്ങും. പൊതുവായി സ്വീകരിക്കേണ്ട ഒരു തത്വം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവരും കൂടി തീർക്കാൻ വിചാരിച്ചാലും തീരാത്ത രീതിയിലുള്ള കടങ്ങൾ ഒരിക്കലും നമ്മൾക്ക് ഉണ്ടാവരുത്. നമ്മൾ കടം വാങ്ങുമ്പോൾ അവസാനം നിർവാഹമില്ലെങ്കിൽ അത് ഇങ്ങനെ തീർക്കാം എന്നുള്ള ഒരു രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും വിധം, ഇന്ന സാധനം എനിക്കുണ്ട് എന്നെത്തിക്കും വിധമുള്ള കടമാവുകയും വേണം. പൊതുവെ എനിക്ക് കുറേ കിട്ടാനുണ്ട് എന്നാണ് വലിയ കടത്തിൽ കുടുങ്ങിയവരൊക്കെ സാധാരണഗതിയിൽ പറയാറുള്ളത്. ഒരു തരം പിശാചു കൊടുക്കുന്ന ആശ്വാസമാണ്. കൊടുക്കാൻ മാത്രമല്ല, എനിക്ക് ഇഷ്ടം പോലെ കിട്ടാനുണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് നേരത്തെയും നമ്മൾ പറഞ്ഞു പോയൊരു വിഷയമാണിത്. മനുഷ്യൻ്റെ നിത്യജീവിതവുമായി നിരന്തരം ബന്ധപ്പെടുന്ന കാര്യം എന്നുള്ള നിലക്ക് നേരത്തെ നമ്മൾ പരാമർശിക്കാത്ത കുറച്ചധികം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ വിഷയം നമ്മൾ ചിട്ടപ്പെടുത്തുന്നത്. നമ്മളൊക്കെ അടിസ്ഥാനപരമായി ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഒരു നിമിഷം നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ ഒരാൾ മരിച്ചു. തൂഫിയ റജുലുൻ ഫഗസ്സൽനാഹു. ഒരാൾ മരിച്ചപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ കുളിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ ഞങ്ങൾ വകഫന്നാഹു, ഞങ്ങൾ അദ്ദേഹത്തെ എന്നെ കഫൻ പുടവ പുതച്ചു കൊടുത്തു. തുമ്മ അതൈനാ ബിഹി അന്നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിയുസല്ലിയ അലൈഹി. പ്രവാചകൻ ആ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കാൻ പ്രവാചകന്റെ പള്ളിയിലേക്ക് ഞങ്ങൾ അദ്ദേഹത്തെ കൊണ്ടുവന്നു. ഫഖത്ത ഖത്തൻ. ഇപ്പോൾ പ്രവാചകൻ അവിടെ ഇങ്ങനെ ഒരു വര വരച്ചു. ഇങ്ങനെ എന്തോന്ന് ആലോചിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു പണിയാണല്ലോ. എന്തോന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് അവിടെ എന്തോന്ന് കുത്തി വരച്ചു. എന്നിട്ട് നബി ചോദിച്ചു, ഹൽ അലൈഹി ദൈൻ, അയാൾക്ക് കടമുണ്ടോ? ഖുൽന, ഞങ്ങൾ പറഞ്ഞു, നഅം ദീനാറാൻ, 2 ദീനാർ കടമുണ്ട് നബിയെ. 2 ദീനാർ അയാൾക്ക് കടമുണ്ട്. ഉടനെ റസൂലുള്ളാഹിന്റെ മറുപടി, സ്വല്ലു അലാ സ്വാഹിബിക്കും, നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി നിങ്ങൾ മയ്യിത്ത് നിസ്കരിക്കുക. കടമുള്ള ആൾക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കാൻ എനിക്ക് പറ്റില്ല, പ്രവാചകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറ്റില്ല. ഫഖാല അബൂ ഖതാദ. അപ്പൊ അബൂ ഖതാദ എന്ന് പറയുന്ന സ്വഹാബി പറയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ദൈനുഹു അലയ്യ, അവന്റെ കടം ഞാൻ ഏറ്റു, അവന്റെ കടം ഞാൻ ഏറ്റു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ അയാളോട് പറഞ്ഞു, ഹുമ അലൈക ഹഖ്ഖുൻ, നീ അത് ഏറ്റ പോരാ, അത് വീട്ടിൽ നിനക്ക് ബാധ്യതയാണ്. ബരി അൽ മയ്യിത്ത്, മയ്യിത്ത് അതിൽ നിന്ന് പൂർണ്ണമായും മോചിതനാകും വിധം താങ്കൾ അത് ഏറ്റിട്ടുണ്ടോ? നിങ്ങളതൊരു ബാധ്യതയായി ഏറ്റിട്ടുണ്ടോ? നഅം ഫസല്ല അലൈഹി, അതേന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ അയാൾക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിച്ചു. അപ്പോൾ ഒരു വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയൊക്കെയാണ് ഈ സംഭവം നടക്കുന്നത്. അങ്ങനെ സുമ്മ ലഖിയഹു ഫിൽ ഗദ്, രാവിലെ വീണ്ടും അയാളെ കണ്ടപ്പോൾ ഫഖാല മാ ഫഅല അദ്ദൈനാറൈൻ, ആ 2 ദീനാറുകൾ നീ എന്ത് ചെയ്തു? ആ ദീനാറുകൾ നീ എന്ത് ചെയ്തു? നീ കൊടുത്തോന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ അയാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയെ, ഇന്നമാ മാത അംസി, അയാൾ ഇന്നലല്ലേ മരിച്ചത്. സുമ്മ ലഖിയഹു മിനൽ ഗദ്, ഇന്നലല്ലേ മരിച്ചത്,
എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, ഞാൻ വീട്ടിക്കോളാം. പിന്നെ അടുത്ത ദിവസം രാവിലെ ഞാൻ പ്രവാചകനെ കണ്ടു. മാ ഫഅലദ് ദീനാറൈൻ, ആ ദീനാറുകൾ നീ എന്താണ് ചെയ്തതെന്ന് വീണ്ടും ചോദിച്ചു. ഫഖാല യാ റസൂലല്ലാഹ്, അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഖദ് ഖളൈതുഹുമാ, അത് രണ്ടും ഞാൻ വീട്ടി, അതിൻ്റെ അവകാശിക്ക് ഞാൻ അത് കൊടുത്തു. ഫഖാല അലൈഹി സ്വലാത്തു വസ്സലാം, അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അൽ ആന, ഇപ്പോൾ നീ എന്ത് ചെയ്തു? ഭരത്ത ജിൽദതഹു, അവൻ്റെ തൊലിയെ നരകത്തിൽ നിന്ന് ഇപ്പോഴാണ് നീ കാത്തത് എന്നാണ്. ഇപ്പോൾ ഒരു അനൗൺസ്മെന്റ് നടന്നതുകൊണ്ട് മാത്രം ആയില്ല. ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എത്രത്തോളം കടണ്ട്, എവിടെയൊക്കെ ഉണ്ട്, എങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ള വ്യക്തത പോലും പല ആൾക്കാർക്കും ഉണ്ടാവില്ല. ഒരു ദീനാറിൻ്റെ 2 ദീനാറിൻ്റെ കാര്യമാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. വെറും 2 കോടിയൊന്നുമല്ല, 2 ദീനാറിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞത്. ഈ 2 ദീനാറ്, കേവലം 2 ദീനാറിന് ഇത്ര വലിയ ഗൗരവം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്നുണ്ടെങ്കിൽ കടം അത്രയും ഗുരുതരമായൊരു വിഷയമാണ്. പ്രവാചകൻ മയ്യിത്ത് നിസ്കരിക്കൂല. നമ്മൾ ജീവിക്കണ നാട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടെങ്കിൽ പ്രവാചകൻ മയ്യിത്ത് നിസ്കരിക്കൂല. അത്രയും കണിശമായി ഇസ്ലാം പഠിപ്പിച്ചത്. അതിൻ്റെ കാരണം എന്താ? നഫ്സുൽ മുഅ്മിൻ മുഅല്ലഖത്തുൻ ബിദൈനിഹി ഹത്താ യുഖ്ള അൻഹു, വിശ്വാസിയുടെ കടം അവൻ്റെ ശരീരവുമായി തന്നെ ചേർത്ത് കെട്ടിയിരിക്കുന്നു, അത് വീട്ടുന്നത് വരെ. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തസാക്ഷി പോലും ഇതിൽ നിന്ന് സുരക്ഷിതനല്ല എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. രക്തസാക്ഷിക്ക് പോലും ഇതിൽ നിന്ന് മോചനമില്ല എന്നാണ്. അബൂ ഖതാദയിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. എന്താ? ജിഹാദിനെ കുറിച്ച് പറഞ്ഞു പ്രവാചകൻ. അപ്പോഴോ വൽ ഈമാനു ബില്ലാഹി അഫ്ളലുൽ അഅമാൽ, എന്താണ്? അന്നൽ ജിഹാദ ഫീ സബീലില്ലാഹി വൽ ഈമാനു ബില്ലാഹി അഫ്ളലുൽ അഅമാൽ എന്ന് പറഞ്ഞിട്ട് പറയാം, യാ റസൂലല്ലാഹ് അറഅയ്ത ഇൻ ഖുതിൽതു ഫീ സബീലില്ലാഹി തുകഫർ അന്നി ഖതായ, നബിയെ, ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് നടത്തിയിട്ട് മരണപ്പെട്ടു പോയാൽ എൻ്റെ എല്ലാ പാപങ്ങളും എനിക്ക് പുറത്തു കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് കൊടുക്കുന്ന ഉത്തരം, നഅം ഇൻ ഖുതിൽത ഫീ സബീലില്ലാഹി വ അൻത സ്വാബിറുൻ മുഹ്തസിബുൻ മുഖ്ബിലുൻ ഗൈറ മുദ്ബിർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്താ? നീ ക്ഷമാപൂർവം യുദ്ധത്തിൽ പങ്കെടുക്കുകയും ക്ഷമാപൂർവം യുദ്ധത്തിൽ അണിനിരക്കുകയും, യുദ്ധത്തിന് പോയി പിന്നെ അവിടെ അങ്ങനെ പറയണേ, എന്താണിത്, ഇത് വല്ലാത്തൊരവസ്ഥയുണ്ടത്. ഇങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ. നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും, അതിൻ്റെ ഇടയിൽ വെറുതെ ഇങ്ങനെ കൊണുകൊണ്ട് പറഞ്ഞുകൊണ്ട് വെക്കും, അല്ലേ? ഒരു പരിപാടി സ്ഥലത്ത് ചെന്നു, അല്ലെങ്കിൽ ഒരു ദീനി സംരംഭവുമായി ബന്ധപ്പെട്ടൊരു സ്ഥലത്ത് ചെന്നു, അവിടെ ചെറിയ ചെറിയ അസൗകര്യങ്ങൾ ഉണ്ടാവും, ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. എന്താ കാര്യം? ഈ പറയുന്ന ആളുകളൊന്നും ഈ രജിസ്ട്രേഷൻ്റെ സമയത്ത് കറക്റ്റ് എണ്ണം കൊടുക്കൂല, കാര്യങ്ങൾ ചെയ്യൂല, ഒന്നും ചെയ്യൂല. എന്നിട്ട് അവിടെ ചെന്നിട്ട് അവിടെ ടോയ്ലറ്റ് ഇല്ല, അവിടെ അതില്ല, അവിടെ തിരക്ക് കൂടുതലാണ്, ഇങ്ങനെ പറയുന്ന ചില കൊണക്കേടുകാരുണ്ടായാലുണ്ട്. ഈ പറഞ്ഞ ആളുകളൊന്നും എണ്ണവും കണക്കൊന്നും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവില്ല. എണ്ണവും കണക്കും മാസങ്ങൾക്ക് മുമ്പ് കിട്ടിയാലാണ് എണ്ണത്തിന് അനുസൃതമായിട്ടുള്ള ടോയ്ലറ്റ് ഉണ്ടാക്കാൻ പറ്റുക. അപ്പോഴാണ് അതിനനുസരിച്ച് കസേര ഇടാൻ പറ്റുക, അപ്പോഴാണ് അതിനനുസരിച്ച് ശബ്ദം വെക്കാൻ പറ്റുക. എന്നാൽ അവിടെ ചെന്നിട്ട് ഇങ്ങനെ അസ്വസ്ഥത പറഞ്ഞുകൊണ്ടിരിക്കും. അവൻ സ്വാബിറല്ല എന്നതിൻ്റെ അർത്ഥം. അങ്ങനെ ഒരു സ്ഥലത്ത് ചെല്ലണത് പുണ്യം പ്രതീക്ഷിച്ചാണ്. അപ്പോൾ അവിടെ കുറച്ച് അസൗകര്യങ്ങളൊക്കെ ഉണ്ടാകും, അതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയണം. പ്രവാചകൻ ആ പാടാണ് ഇവിടെ പഠിപ്പിക്കണത്. ജിഹാദുമായിട്ട് ബന്ധപ്പെട്ട പോയത്. അപ്പോൾ ചിലപ്പോൾ വിചാരിച്ചിലേറെ ദിവസം അവിടെ നിൽക്കേണ്ടി വരും. ചിലപ്പോൾ ശത്രുവിൻ്റെ പ്ലാന് മാറുന്നതിനനുസരിച്ച് വ്യത്യസ്തമായ പ്ലാനിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ജിഹാദിന് പോയാൽ മാത്രം പോരാ, വാൻ തസ്വാബിർ, നീ സ്വബർ കാണിക്കണം, നീ ശരിയായ സ്വബർ കാണിക്കണം. എന്നിട്ടോ മുഹ്തസിബ്, നീ പുണ്യം പ്രതീക്ഷിക്കണം. ഓരോന്നിൽ നിന്നും നീ പുണ്യത്തെ കൊതിക്കുകയും ആഗ്രഹിക്കുകയും വേണം. മുഖ്ബിൽ ഗൈറ മുദ്ബിർ, നീ മുന്നോട്ട് തന്നെ പോകണം, നീ പിന്നോട്ട് നിൽക്കരുത്. അല്ലേ? യുദ്ധത്തിനൊക്കെ പോയി ഭയങ്കര സന്നദ്ധനായിട്ട് ചെന്നു, പിന്നെ ഇങ്ങനെ പിന്നിക്ക് നിൽക്കുക, ആ സ്വഭാവം ഉണ്ടാകരുത്. അങ്ങനത്തെ വ്യക്തിയാണെങ്കിൽ നിനക്ക് നിന്റെ എല്ലാ പാപങ്ങളും പുറത്തു കിട്ടും, എല്ലാ പാപങ്ങളും പുറത്തു കിട്ടും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പക്ഷേ ആർക്കാ കിട്ടാത്തത്? ഇതൊക്കെ ഉണ്ട്. ഒരാൾ കടക്കാരനാണ്, അയാൾക്ക് കിട്ടൂല. അയാളുടെ കടം വീടുന്നത് വരെ അയാൾക്ക് എന്താണോ ജിഹാദ് കൊണ്ട് കിട്ടേണ്ട പുണ്യം അത് കിട്ടൂല എന്നാണ്. അത് ആവർത്തിച്ച രക്തസാക്ഷിത്വമാണെങ്കിൽ പോലും. രക്തസാക്ഷിത്വത്തിന്റെ മഹത്വം മനസ്സിലാക്കാനാണ് ഈ ഹദീസ് ഞാൻ കോട്ട് ചെയ്തത്. ഇനി നിങ്ങൾ നോക്കി, ആവർത്തിച്ച രക്തസാക്ഷിത്വമാണെങ്കിൽ പോലും കടക്കാരന് കിട്ടില്ല. കുന്ന ജുലൂസൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ പ്രവാചകന്റെ അടുത്ത് ഇരിക്കുകയായിരുന്നു. ഫറഫറസഹു ഇല സമാ, അള്ളാഹുവിന്റെ പ്രവാചകൻ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി. സുമ്മ വളഅ റാഹതഹു അലാ ജബ്ഹതിഹി, പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നെറ്റിത്തടത്തിലേക്ക് ഇങ്ങനെ എടുത്തു വെച്ചു. എന്നിട്ടോ സുമ്മ ഖാല, എന്നിട്ട് പറഞ്ഞു സുബ്ഹാനല്ലാഹ്,
ഒരു അത്ഭുതം കൂറി പ്രവാചകൻ പറഞ്ഞു സുബ്ഹാനല്ലാഹ്. അപ്പോ മാദാ നുസ്സില മിനത് തശ്തീത്, മാദാ നുസ്സില മിനത് തശ്തീത്, അതികഠിനമായ നിർദ്ദേശങ്ങളുടെ ഒരു വഹി വന്നിട്ടുണ്ട്. അതെന്താ നിങ്ങൾക്ക് മനസ്സിലായോ? ഫസക്കത്തിന വഫസ്യഅന. ഞങ്ങളെല്ലാവരും സൈലൻ്റായി, ഞങ്ങളെല്ലാവരും പേടിച്ചു. പ്രവാചകന്റെ മുഖഭാവമൊക്കെ കണ്ടപ്പോൾ ഞങ്ങളെല്ലാവരും പേടിച്ചു, ഞങ്ങളെല്ലാവരും നിശബ്ദരായി. ഫലമ്മാ കാന മിനൽ ഗദി സഅൽതഹു. അന്ന് പ്രവാചകൻ ഒന്നും പറയാതെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോയി. രാവിലെ വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് മാ ഹാദാ തശ്ദീദു അല്ലദീ നുസ്സിൽ, എന്താണ് ജിബ്രീൽ കൊണ്ടുവന്നു തന്ന ആ ശക്തമായ സന്ദേശം നബിയെ? എന്ത് കടുത്ത സന്ദേശമാണ് ജിബ്രീൽ തന്നത്? ഫഖാല വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലൗ അന്ന റജുലൻ ഖുത്തില ഫീ സബീലില്ലാഹ്, ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ പടപൊരുതി, സുമ്മ ഉഹിയ, പിന്നീട് അയാൾ വീണ്ടും ജീവിപ്പിക്കപ്പെട്ടു, പിന്നെ സുമ്മ ഖുത്തില, വീണ്ടും അയാൾ ജിഹാദിൽ ഇടപെട്ട് ജിഹാദ് നടത്തി അയാൾ മരണപ്പെട്ടു, സുമ്മ ഖുത്തില, വീണ്ടും അയാൾ കൊല്ലപ്പെട്ടു, സുമ്മ ഉഹിയ, വീണ്ടും അയാൾക്ക് അള്ളാഹു ജീവൻ കൊടുത്തു, സുമ്മ ഖുത്തില, വീണ്ടും അയാൾ കൊല്ലപ്പെട്ടു, എങ്കിൽ അലൈഹി ദൈനുൻ, അയാൾക്ക് കടമുണ്ട്, മാ ദഖലൽ ജന്ന, അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല, ഹത്താ യുഖ്ളാ, അത് വീടും വരെ. ഇമാം നസായി ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസാണ്. അപ്പൊ കടം വാങ്ങണോടത്ത് നമുക്ക് കുറച്ചൊരു ഒരു ശ്രദ്ധ വേണം എന്ന് ഈ ഒരു കാര്യം പ്രത്യേകം പഠിക്കും. മാത്രമല്ല കടത്തെ സംബന്ധിച്ചിടത്തോളം അതിന് രണ്ട് കാര്യങ്ങൾക്ക് ഭൂമിയിൽ ശിക്ഷ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുത്ത് നമുക്കിത് എണ്ണിയത് പലപ്പോഴും കാണാൻ സാധിക്കും. എന്താണ്? കടം കൊണ്ട് ശിക്ഷിക്കപ്പെടുന്നതിനെ സംബന്ധിച്ച പരാമർശങ്ങളടക്കം നമുക്ക് കാണാൻ കഴിയും. ഇനി വീട്ടാൻ വിചാരിച്ചിട്ട് വാങ്ങണ കടമുണ്ടാകും, വീട്ടാൻ വിചാരിക്കാതെ വാങ്ങണ കടമുണ്ടാകും. ഇതൊക്കെ ഒരു തരം മനസ്സാണ്. ഒരു മരണം നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാതും അങ്ങനെയാണ് അല്ല. എന്ത് കാര്യവും നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പം ഈ റോട്ടിൽ രാത്രി വൈകി ആളുകളെയും കാത്തു നിൽക്കുന്ന ചില സ്ത്രീകൾ ഉണ്ടാവലുണ്ട്, ലൈംഗിക തൊഴിലാളികൾ ഉണ്ടാവലുണ്ട്. ആൾക്കൂട്ടത്തിൻ്റെ മുമ്പിൽ ഒരു പ്രശ്നമില്ലാതെ അവർക്ക് നിൽക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? അതല്ലെങ്കിൽ കൈക്കൂലി വാങ്ങണ ഉദ്യോഗസ്ഥരുണ്ടാകലുണ്ട്. ഒരു പ്രശ്നമില്ലാതെ അവർക്ക് കൈക്കൂലി വാങ്ങാൻ പറ്റുന്നത് എങ്ങനെയാണ്? അല്ലേ? വിജിലൻസ് പരിശോധനകൾ അവർക്ക് പേടിയുണ്ടാവും. അപ്പൊ വിജിലൻസ് പരിശോധനകളിൽ നിന്ന് പരമാവധി രക്ഷപ്പെടാനുള്ള പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത് വാങ്ങാൻ പറ്റുന്നത് എങ്ങനെയാണ്? അത് നമ്മളെ മനസ്സിന് ഒരുതരം അവസ്ഥ ഉണ്ട്. ആ അവസ്ഥ അങ്ങോട്ട് മറികടന്ന് ആർക്കും എന്തും പറ്റും, ആർക്കും എന്തും പറ്റും. ഇതേപോലെയാണ് കടത്തിന്റെ കാര്യം കേട്ടോ. കടം ഇവിടുന്ന് വാങ്ങിയിട്ട് ഓന് കൊടുക്കും, അവിടുന്ന് വാങ്ങിയിട്ട് ഇവന് കൊടുക്കും. ഒന്ന് കുറിച്ച് വെക്കും കൂടി ഇല്ല, അതൊന്ന് രേഖപ്പെടുത്തി വെക്കും കൂടി ഇല്ല. ഇനി നമ്മളൊക്കെ മരിച്ചാലേ, ഞാൻ വെറുതെ ചോദിക്കാണ്, നമ്മളൊക്കെ മരിച്ചാല് നമുക്ക് എത്ര കടമുണ്ട്, എങ്ങനെയുണ്ട്, എന്തൊക്കെ ഉണ്ട് എന്ന് നമ്മളെ വീട്ടിൽ ആർക്കും അറിയാം? അതൊക്കെ രേഖപ്പെടുത്തി വെച്ചൊരു പുസ്തകം ഉണ്ടോ? അത് നമ്മളെ ഭാര്യക്ക് അറിയോ? അത് നമ്മളെ മക്കൾക്ക് അറിയോ? ഇല്ലെങ്കിൽ സഹോദരന്മാരെ, എത്ര ആബിദായി ജീവിച്ചിട്ടാണെങ്കിൽ, എല്ലാ വക്തും ജമാഅത്തായി നിർവഹിച്ച് ഭയങ്കര ശ്രദ്ധാപൂർവം ജീവിച്ച ഒരാളാണെങ്കിൽ പോലും ആ വ്യക്തിക്ക് വരുന്ന അവസ്ഥയെ സൂചിപ്പിക്കാനാണ് പടച്ചോൻ രക്തസാക്ഷിത്വത്തിന്റെ എക്സാമ്പിൾ കൊണ്ടുവന്നത്. രക്തസാക്ഷിത്വത്തിന്റെ ഉദാഹരണം കൊണ്ടുവന്നത് എന്തിനാ? ഈ കാര്യം ആ അർത്ഥത്തിൽ തന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോ കടം കൃത്യമായി വാങ്ങുമ്പോൾ തന്നെ അത് കൊടുക്കണം എന്നുള്ളൊരു നിയത്ത്, ഇന്ന സമയത്ത് അത് കൊടുക്കണം, ഇന്ന രീതിയിൽ അത് കൊടുക്കണം എന്നുള്ളൊരു പ്ലാൻ ഇല്ലാതെ ഒരു കടത്തിലേക്ക് നമ്മൾ പോകരുത്. മൻ ഇസ്തദാന ദൈനൻ യൻവി ഖലാഅഹു, ഒരാള് കടം ചോദിച്ചു, വീട്ടണമെന്ന ഉദ്ദേശത്തോടു കൂടെ കടം ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദല്ലാഹു അൻഹു യൗമൽ ഖിയാമ, എന്താ, അവനത് ഭൂമിയിൽ നിന്ന് വീട്ടാൻ പറ്റാതെ പോയാലും പടച്ചോനത് വീട്ടിക്കോളും, പടച്ചോനത് പരലോകത്തുനിന്ന് വീട്ടിക്കോളും. മനസ്സിലായില്ലേ? ഒരു നിർവാഹവും ഇല്ലാതെ അവസാനം വീട്ടാനും ആളില്ലാതെയാണ് അവൻ മരിച്ചതെന്ന് വിചാരിക്കുക. ഒരാൾ ഒരു 5000 റുപ്യ വാങ്ങി, അയാൾക്ക് 5000 എന്ന് പറഞ്ഞാൽ ഒരു 5 ലക്ഷത്തിൻ്റെ മേനുണ്ട് വിചാരിച്ചോ കേട്ടോ. അയാളത് വീട്ടാനുള്ള എല്ലാ പ്ലാനും ഒക്കെ ഉണ്ടാക്കി വെച്ചു. പിന്നെ അത് എങ്ങനെയോ അത് ആരും അറിയാതെ വീട്ടാതെ പോയി. ഈ കടം എന്താ പറയാ, അതിൻ്റെ ആരുടെ നിന്നാണോ വാങ്ങിയത് ആ വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഉള്ളിൽ എനിക്ക് അയാളൊരു പൈസ തരാനുണ്ട് എന്നുള്ള മനസ്സിങ്ങനെ ഉണ്ട് താനും, എങ്കിൽ പരലോകത്തുനിന്ന് പടച്ചോൻ വീട്ടിക്കോളുന്നാണ്. അപ്പോൾ കടം വാങ്ങുമ്പോൾ ഉണ്ടാകേണ്ട ഒരു മനോനിലയെക്കുറിച്ചാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. കടം വാങ്ങുമ്പോൾ ഉണ്ടാകേണ്ട ഒരു മാനസികാവസ്ഥയെക്കുറിച്ചാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതെന്താ? നമ്മളൊരു പൈസ വാങ്ങുമ്പോൾ ആ പൈസ അങ്ങോട്ട് കൊടുക്കണേ, അല്ലേ? ഇതൊന്ന് കടിക്കുക എന്നിട്ടാണ്ട്
ഇങ്ങനത്തെ കടങ്ങളാണ് പലപ്പോഴൊക്കെ പറയണത്. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നമ്മൾ ആരാണെങ്കിലും ഇങ്ങനെ സ്പോട്ടിൽ നിന്ന് ഇങ്ങനെ വാങ്ങി ഇങ്ങനെ കൊടുത്ത ചില പൈസയൊക്കെ ആയിരിക്കും. നമ്മളൊരു വീട് വെക്കാനോ വേറെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ വാങ്ങിയത് അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ എവിടെ എഴുതിക്കാതെ തന്നെ നമ്മളെ മനസ്സിലുണ്ടാകും. പക്ഷെ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് കടത്തെക്കുറിച്ചുള്ള ആയത്താണ്. കടം എഴുതി വെക്കുന്നത് സംബന്ധിച്ച് പറഞ്ഞ ആയത്താണ്. അപ്പം അതുകൊണ്ട് അത് കൃത്യമായി രേഖപ്പെടുത്തുക. കടപ്പത്രം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ശരിക്ക്. എന്താ എഴുതി വെക്കാറുണ്ട്? ഞാൻ എൻ്റെ ബുക്കിൽ മാത്രം എഴുതി വെക്കലല്ല, മറിച്ച് ഇത്ര രൂപ ഞാൻ ഇങ്ങക്ക് തരാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാളെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തി എഴുതി വെക്കുമ്പോഴാണ് കടം എഴുതി വെക്കലിൻ്റെ പൂർണ്ണത ആകുന്നത് എന്നാണ് ശരിക്ക്. പൂർണ്ണത ഏറ്റവും ചുരുങ്ങിയത് വാട്സാപ്പിൽ 12/3/2025 രാവിലെ 10 മണിക്ക് ഗൂഗിൾ പേ വഴി നിങ്ങൾ എനിക്ക് ഇത്ര രൂപ തന്നിട്ടുണ്ട്, അത് ഞാൻ ഇന്ന ആളോട് തന്ന പൈസ തരാൻ, നിങ്ങൾക്ക് പൈസ തരാനുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്, ഇത്ര ആകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ പൈസ തരും എന്നെങ്കിലും എഴുതിയിടണ ഒരു സംസ്കാരത്തിലേക്ക്, ഒരു കൾച്ചറിലേക്ക് നമ്മൾ പോകുക എന്നുള്ളത് പ്രധാനമാണ്. വളരെ അതൊക്കെ കടം വീട്ടാൻ വിചാരിക്കണോ എന്നുള്ള ലിസ്റ്റിൽ പടച്ചോൻ ഉൾപ്പെടുത്താൻ അത് കാരണമാണ് കേട്ടോ. കടം വീട്ടാൻ അല്ലേ? അപ്പോൾ കടം വീട്ടാൻ മനസ്സുള്ളവനതൊക്കെ എഴുതി വെക്കണം എന്നാണ്. അതെന്താ വിഷയം എന്നറിയാം? ഒന്നും കൂടി പറയാം. ചില ആൾക്കാർക്ക് ചിലപ്പോൾ തോന്നുന്നു എന്തിനാ അത്ര സ്ട്രോങ് ആയി പറഞ്ഞത്. ജുമാ എന്ന് പറയുന്ന സാധനം ഒരു ഇബാദത്താണ്, സാധാരണ വഅദ് പരിപാടിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 29 മിനിറ്റിൽ തീർക്കാനൊക്കെ ഭയങ്കര ശ്രമം നടത്തലുണ്ടെന്നൊക്കെ നിങ്ങളോട് പറയില്ല. എന്തിനറിയോ? നിങ്ങൾക്ക് ഒരാൾക്ക് അത് ഭയങ്കര വിമ്മിഷ്ടായ എനിക്കതിൽ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. അങ്ങനത്തെ കാര്യമാണ്. അതുകൊണ്ട് ജുമാ നമ്മൾ എന്ത് ചെയ്യരുത്, സാധാ പരിപാടിമാർ കാണരുത്. ഇന്ന് വൈകി വന്ന ആളുകളോടല്ല ഞാൻ പറയണത്. 3 കൊല്ലമായി എൻ്റെ ഖുത്ബ കേൾക്കണേ ഈ വിഷയം പലവരും ആവർത്തിച്ച് പറഞ്ഞിട്ടും അതിലേക്ക് എത്താൻ പറ്റാത്ത, എന്നാൽ തന്നെ അതിൽ ചില ആൾക്കാർ വേറെ പലരുടെയും കീഴിൽ ഷോപ്പിലും ബാക്കിയൊക്കെ ജോലി ചെയ്യണവരാണ്. ഓരോടല്ല ഞാൻ പറയണത്. അല്ലാത്ത സ്വന്തമായി എപ്പോൾ വേണമെങ്കിലും ഷട്ടർ ഇടാൻ പറ്റണേ, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റണ, ജോലി സ്ഥലത്ത് നിന്ന് ഇറങ്ങാൻ പറ്റുന്ന ആൾക്കാരുണ്ട്, അവരോടാണ് പറയുന്നത്. അഫ്വാൻ. ഇനി നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയം കൃത്യമായിട്ട് പഠിപ്പിക്കുക. ഇനി വേറെ ചില തരം കടങ്ങളുണ്ടാകും. അതിൽപ്പെട്ട ഒന്നാണ് എന്താ അറിയോ? പണിയെടുത്ത ആൾക്കാർക്ക് പൈസ കൊടുക്കുന്നത് നീട്ടുക, അത് കടാകുക. അത് ഭയങ്കര കുറ്റകരമായ സാധനമാണ്. പണിയെടുത്ത ആൾക്കാർക്ക് പൈസ കൊടുക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ തെരഞ്ഞു പിടിച്ച് കൊടുക്കണം അല്ലെ? ചരിത്രത്തിൽ വലിയ പാഠങ്ങളുണ്ട്. അഅത്തുൽ അജീർ അജ്റഹു ഖബ്ല അൻ യജുഫ അറഖഹു. വിയർപ്പ് വറ്റണീൻ്റെ മുമ്പ് പൈസ കൊടുക്കണം എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വിയർപ്പ് വറ്റണീൻ്റെ മുമ്പ് കൊടുക്കാനുള്ള പൈസ കൊടുക്കണം, വിയർപ്പ് വറ്റണീൻ്റെ മുമ്പ് കൊടുക്കണം. അങ്ങനെ പറഞ്ഞ കാര്യമാണ്. അത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടിയിടുന്ന പരിപാടി ശരിയല്ല. ഒരാൾ ജോലി ചെയ്ത കൂലി വാങ്ങാതെ പോയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ചെയ്തത് പറയണം? എന്താണ് ആ വ്യക്തി ചെയ്തത്? ഗുഹാമുഖത്തെ കല്ല് നീങ്ങിയ സംഭവം പറയുന്നിടത്ത് നമ്മൾ കാണുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം വന്നു. അപ്പം ഇന്ന് ഒരാൾ ഇവിടെ പണിക്ക് നമ്മളെ വീട്ടിൽ വന്നു. അയാൾക്ക് കൊടുക്കേണ്ടത് ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ 1000 ഉറുപ്പ്യാണെങ്കിൽ 1000 ഉറുപ്പ്യ അയാൾ വാങ്ങിയില്ല. അപ്പോൾ ആ 1000 ഉറുപ്പ്യ കൊണ്ട് ഒരു ആടും കുട്ടീനെ വാങ്ങിയെന്ന് വിചാരിക്കുക. ആ ആട് പ്രസവിച്ചപ്പോൾ 3 ആടും കുട്ടികളുണ്ടായി. ഐറ്റ പ്രസവിച്ച് പിന്നെ അയിമെന്ന് ഓരോന്നും നന്നാലുണ്ടായി. അങ്ങനെ ഒരുപാട് ആടുണ്ടായി. ഇയാൾ 10 കൊല്ലത്തിൻ്റെ ശേഷം വരിക, നമുക്ക് വലിയൊരു ഫാം ഹൗസായി. ഈ 1000 അതിൻ്റെ അസല്. എന്താ സ്വഹാബി ചെയ്ത്? എന്താ മനുഷ്യൻ ചെയ്ത്? ആ ഫാം ഹൗസാണ് വിട്ടുകൊടുത്തു 1000 ഉറുപ്പ്യ കൊടുക്കണതിന് പകരം. കൂലിൻ്റെ ഗൗരവം അത്ര വലുതാണ്. ശമ്പളം കൊടുക്കണം എന്ന് നമ്മൾ പറയണത് അതുകൊണ്ടാണ്. ഏത് അവിടെ നേരം വെളുത്ത് വൈകുന്നേരം വരെ അധ്വാനിക്കണോൻ്റെ പൈസ വന്ന് പിശുക്കിയിട്ട് നമ്മൾ ലാഭം ഉണ്ടാക്കുക, അവിടെ ലാഭം ഉണ്ടാവില്ല. തൊഴിലാളികൾ സ്വന്തം കീഴിൽ തൊഴിലാളികൾ ജീവിക്കണം. ഓരോരുത്തരും ആലോചിച്ചോളി, എങ്ങനെയാണ് തൊഴിലാളിക്ക് പൈസ കൊടുക്കേണ്ടത് എന്നാ ആലോചിക്കേണ്ടത്, എങ്ങനെ കൊടുക്കണേന്ന് ഒഴിവാക്കേണ്ടതെന്നല്ല ചിന്തിക്കേണ്ടത്. മനസ്സിലായില്ലേ? തൊഴിലാളിയുടെ ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് കൊടുത്തോളണം. അതൊക്കെ വിശ്വാസത്തിൻ്റെ ഭാഗം. അങ്ങനെയൊക്കെ ഇപ്പം എങ്ങനെ മൗലവി നടക്കുക? അങ്ങനെ നടത്തുന്നതാണ് നടത്തേണ്ടത്, അല്ലാത്തത് നിർത്തണം. അപ്പൊ പടച്ചോൻ തരും. പടച്ചോൻ പറഞ്ഞത് കൃത്യമായി കൊടുത്താൽ പടച്ചോൻ തരും. കാരണം ഇതിപ്പോ നമുക്ക് ഇവിടുന്ന് ആരും തരുന്നല്ല, ഇതൊക്കെ പടച്ചോനെ ഏൽപ്പിക്കണതാണ് നമ്മളെടുത്ത്. മാർച്ച് മാസം ക്ലോസിങ്ങിലുള്ള നമ്മളെ എമൗണ്ട് ഇല്ലേ, വരവും പോക്കൊക്കെ അല്ല, 1 രൂപ അല്ലാതെ പടച്ചോൻ തരുന്നതാ, വേറെ ആരും അല്ല തരുന്നത്. അപ്പൊ ആ ഒരു ബോധ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. ഇനി നോക്കൂ നിങ്ങൾ, ഈ വിഷയത്തിൽ തന്നെ പ്രവാചകൻ കുറച്ചുകൂടി കണിശമായി പറഞ്ഞത് കാണാൻ പറ്റും. സലാസത്തുൻ അന ഖസ്മുഹും യൗമൽ ഖിയാമ. എന്താ? 3 ആളുകളോട് ഞാൻ ഏറ്റവും ശക്തമായി വാദിക്കും, അവർക്ക് വേണ്ടി ഞാൻ വാദിക്കും എന്ന് പ്രവാചകൻ പറയാം. അതിലൊരാൾ ഇസ്തഅജറ അജീറൻ ഫസ്തൗഫ മിൻഹു ഫലം യുഅതി അജ്റഹു. എന്താ?
കൂലിക്ക് ആളെ വിളിച്ചു. കൂലിക്ക് ആളെ വിളിച്ചിട്ട് ആ കൂലി കൃത്യമായി വീട്ടിയില്ല, കൊടുത്തില്ല. അയാൾക്കെതിരിൽ ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ വാദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മാത്രല്ല, വീണ്ടും കാണാൻ ഹദീസിൽ, ഇന്ന അഅലമദ്ദുനൂബി ഇൻദല്ലാഹി, അള്ളാഹുവിന്റെ അടുത്ത് വലിയ ഗൗരവമുള്ള കുറ്റാണ്. റജുലൻ ഇസ്തഅമല, ഒരാൾ കൂലിക്ക് വിളിച്ചു. ഇസ്തഅമല റജുലൻ, ഒരാളെ കൂലിക്ക് വിളിച്ചു. ഫദഹബ ബിഉജ്റതിഹി, എന്നിട്ട് കൂലി കൊടുക്കാതാണ് പോയി. വണ്ടി വിളിച്ചു, വണ്ടിന്റെ പൈസ കൊടുത്തില്ല. ഭയങ്കര ഡയലോഗൊക്കെ പറയാനറിയാം നമുക്ക്, അല്ലേ? അപ്പൊ അതൊക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ വ്യക്തത വരുത്തിയിട്ട് വേണം ചെയ്യാൻ. ഇത് നിങ്ങൾക്ക് എന്ത് തരണം, ഞാൻ എത്ര റുപ്യ തരണം, എങ്ങനെയാണ് ഇതിന്റെ രൂപം, അല്ലേ? നമുക്ക് ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരാളെടുത്തേക്ക് നമ്മൾ പോകേണ്ടത് എന്തിനാ? പൈസ കുറഞ്ഞിട്ടാനല്ല, വിശ്വാസപൂർവ്വം ചെയ്ത് കിട്ടാൻ, അയാൾക്ക് ഈ പൈസ കിട്ടാൻ. ഞാൻ ഫോൺ കേടുന്നു, ഇവിടെ ഒരു മൊബൈൽ ഷോപ്പ് എടുത്തുന്ന ആളുണ്ട്, ഞാൻ അയാളുടെ അടുത്തേക്ക് പോകേണ്ടത് എന്തിനാ? ഞാൻ അയാളുടെ അടുത്തേക്ക് പോകേണ്ടത് ആ ഫോണിന്റെ പൈസയിൽ എനിക്ക് കുറവ് കിട്ടാനല്ല, പിന്നെ വിശ്വാസ്യതയോടുകൂടെ ആ കാര്യം ചെയ്ത് കിട്ടാനാണ് കേട്ടോ. വിശ്വാസ്യതയോടുകൂടെ ആ കാര്യം ചെയ്ത് കിട്ടാനാണ്. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ, അദ്ദേഹം ജീവിച്ച അങ്ങാടിയിൽ നിന്ന് സാധനം വാങ്ങിയില്ല എന്നാണ്. അദ്ദേഹം ജീവിച്ച അങ്ങാടിയിൽ നിന്ന് സാധനം വാങ്ങിയില്ല, കാരണം ആളുകൾക്ക് ഭയങ്കര ബഹുമാനാണ്. അപ്പോൾ ആളുകൾ പൈസ കുറക്കും. അപ്പൊ അങ്ങനെ ബഹുമാനിക്കപ്പെടാൻ സാധ്യതയുള്ളവരൊക്കെ ചെല്ലുമ്പോൾ പറയേണ്ട വാചകം എന്താ? നിങ്ങൾ സാധാരണ ആളുകൾക്ക് കൊടുക്കണ പൈസ അല്ലേ, അതും ചേർത്തൊന്നും വാങ്ങണം, അതിലെനിക്ക് കുറവ് വേണ്ടെന്നാ പറയണ്ടേ കേട്ടോ. ഇഷ്ടം കൊണ്ടും സ്നേഹം കൊണ്ടൊക്കെ ആളുകൾ തരുന്നുണ്ടാവും. പരമാവധി അങ്ങനെ തരുന്നത് ബഹുമാനിക്കപ്പെടുന്ന സ്ഥാനത്തുള്ളവർ ഒഴിവാക്കുക നല്ലത്. അതാണ് സുരക്ഷിതത്വം കേട്ടോ. അത് നമ്മൾ ഏത് നിലക്കാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യേണ്ടതെന്നാണ് ഓർമ്മിക്കാനുള്ളത്. അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ഇസ്ലാമികമായ ചില കാര്യങ്ങൾ നമ്മൾ അറിയലും പഠിക്കലും ഒക്കെ നമുക്ക് നിർബന്ധ ബാധ്യതയായിട്ടുള്ള വിഷയങ്ങളുണ്ടാകും. നിർബന്ധ ബാധ്യതയായിട്ടുള്ള പോകുന്നു അള്ളാഹുവിലുള്ള വിശ്വാസം തുടങ്ങി ഉള്ള ഈമാൻ കാര്യങ്ങൾ, അതേപോലെ ഇസ്ലാം കാര്യങ്ങൾ, ഇതുപോലത്തെ വിഷയങ്ങൾ പഠിക്കൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ ബാധ്യതയായിരിക്കും. നിസ്കാരം പോലത്തെ ബാധ്യതയായിരിക്കും. പൊതുവേ നമ്മുടെ ഒരു പഠനത്തിൻ്റെ രൂപം എന്ന് പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ്. കേൾക്കുക. നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ ദീനിയായി പഠിച്ച എല്ലാ കാര്യങ്ങളും പൊതുവെ കേട്ടിട്ടാണ് പഠിക്കുന്നത്. നിസ്കാരത്തിൻ്റെ രൂപം നമ്മൾ കേട്ടാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ കണ്ടാണ് പഠിക്കുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഈ ഒരു കാര്യം, തലച്ചോറുമായി ബന്ധപ്പെട്ടൊരു പോയിന്റ് പറയുകയാണെങ്കിൽ, ഒരു വിഷയം ശരിയാം വിധം നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ അതിന് ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് വായനയാണ്. നമുക്ക് ആർക്കും പൊതുവെ ഇല്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ മൊത്തം വായിക്കൊന്നും വേണ്ട, പക്ഷേ ദീനിയായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വായനയിലൂടെ തന്നെ നമ്മളൊന്ന് മനസ്സിൽ ഉറപ്പിക്കണം. അങ്ങനെ ഉണ്ടല്ലോ, ചില സാധനങ്ങളൊക്കെ നമ്മൾ ഉറപ്പിക്കുമ്പോൾ അവിടെ വെറുതെ മണ്ണിൽ കുഴിച്ചിടും, ചിലത് അതിൻ്റെ ചുറ്റും കുറച്ച് കോൺക്രീറ്റും കൂടി ഇടും, അല്ലെ? ചിലത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒന്ന് അതിമക്ക് ഒരു കമ്പിയും കൂടിയും ഘടിപ്പിച്ചിട്ട് അവിടെ അതൊന്നും കൂടി ഒന്ന് ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ടാവും. ഇങ്ങനെ പല രീതിയിൽ നമ്മൾ ഒരു കാര്യത്തെ ഉറപ്പിക്കും എന്ന് പറയണ പോലെ നമ്മൾ ഉറപ്പിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് വായിച്ചും അറിഞ്ഞും ബോധ്യപ്പെട്ടും തന്നെ നിർവഹിക്കേണ്ട കാര്യമാണ്. വായിക്കുമ്പോൾ ഇപ്പം ഞാനൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്കൊരു അവ്യക്തത വന്നാൽ ആ അവ്യക്തത നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റൂല. എന്തിനും ഇപ്പം നിങ്ങളെ പറഞ്ഞ വേർഡ് എന്ന് മനസ്സിലുണ്ട്, എനിക്ക് ആ വേർഡ് മനസ്സിലായില്ലല്ലോ, അല്ലേ? അപ്പം ഞാൻ പിന്നെ രണ്ടാമത്തത് പറഞ്ഞാലേ കിട്ടുള്ളൂ. നിങ്ങൾ വായിക്കുകയാണെങ്കിലോ നിങ്ങൾക്ക് പിന്നിക്ക് വരാം, നിങ്ങൾക്ക് മുന്നിക്ക് പോകാം, അവിടെ നിന്ന് നിർത്തി വായിക്കാം, അവിടെ നിന്ന് അടിവരടാം. ഞാനിത് എന്തിനാ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവേ വായനക്കുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പം നേർപ്പഥം നല്ലൊരു സംവിധാനമാണ്. അത് വരി ചേർക്കാൻ വരുമ്പോൾ ആളുകൾ പൊതുവെ രണ്ട് മൂന്ന് തരം ആൾക്കാരുണ്ടാലുണ്ട്. ഒന്നത് മൈൻഡ് ചെയ്യേ ഇല്ല, എനിക്ക് വേണ്ട അറിയും, ഞാനത് റാപ്പർ പോലും പൊട്ടിക്കലില്ല അറിയും. നമുക്ക് ജീവിതത്തിൽ പലജാതി പരിപാടി ഉണ്ടായിരുന്നു, പലതും നമ്മൾ നിർത്തിയതാണ്. ഖുറാഫാത്തുകൾ പലതും ഉണ്ടായിരുന്നു, അത് വേണ്ടാച്ചതാണ്. ജീവിതത്തിൽ പല നന്മകളും നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. തറാവീഹ് ഒന്നും നിസ്കരിക്കാതെ നടന്നൊരു കാലമുണ്ട്. ഒറ്റ തറാവീഹും നഷ്ടപ്പെടാതിരിക്കാൻ നോമ്പ് കാലത്ത് ഞാനൊരു നോമ്പ് സൽക്കാരത്തിനും എല്ലാം തീരുമാനിക്കുന്നവരുണ്ട്. എല്ലാ വക്തും ഞാൻ പള്ളിയിലേ നിസ്കരിക്കുള്ളൂ എന്ന് തീരുമാനിച്ചവരുണ്ട്. എനിക്കറിയാം ഈ പള്ളിയിൽ ഖുത്ബക്ക് പങ്കെടുക്കുന്ന ഒരാളുണ്ട്. അയാൾ എന്നോടൊരു മസാല ചോദിച്ചു ഒരിക്കൽ. ഖുർആൻ
ക്ലാസ് നടക്കുന്നത് ഇന്ന സ്ഥലത്താണ്, അത് പള്ളിയല്ല. അപ്പോൾ ഞാൻ പള്ളിയിൽ തന്നെ നിസ്കരിക്കണം തീരുമാനിച്ച ഒരാളാണ്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അങ്ങനെയൊക്കെ തീരുമാനിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളാണ്. ഇതുപോലെ എടുക്കേണ്ട ഒരു തീരുമാനമാണ് ദീനിയായ ഒരു വായനാ സംസ്കാരം. ദീനിയായ കുറച്ച് കാര്യങ്ങൾ വായിച്ച് പഠിക്കണം. എന്താ അതിൻ്റെ കാര്യം? വായനയിലൂടെ ഒന്ന് തലയിൽ അത് ഉറപ്പിക്കാണ്ട്, റാപ്പർ ഒന്ന് പൊട്ടിക്കണം. നിങ്ങൾ പണ്ഡിതന്മാരുടെയൊക്കെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വായിച്ച് 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 അവസാനം കാഴ്ച ശക്തി ഇല്ലാത്ത കാലെത്തിയപ്പോൾ വക്കാന യഖ്റഉ അലൈഹി വഹുവ യഖ്ലി ഹാജത്തുഹു, മൂപ്പര് ടോയ്ലറ്റിലായിരിക്കും, അപ്പോൾ അദ്ദേഹത്തിന് പുറത്തുനിന്ന് വായിച്ചു കൊടുക്കാറുണ്ടായിരുന്നു എന്നാണ്. ടോയ്ലറ്റിലെ സമയം പോലും വായനയിലായിരിക്കുന്നതാണ്. വായനയിൽ മുഴുകി, സമയം മുഴുവൻ വായനയിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ മൊബൈൽ ഫോണൊക്കെ ഒന്ന് എടുത്തുവെച്ച് കുറച്ചൊന്ന് വായിക്കുക എന്ന് പറയുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഈ നേർപ്പദം എന്ന് പറയുന്ന വാരിക, അത് സംബന്ധിച്ച് എനിക്ക് ധൈര്യത്തിൽ ഖുത്ബി പറയാൻ പറ്റും. നമ്മളെ നാട്ടിൽ ഓരോ ആഴ്ചയും ഓരോ വിവാദങ്ങളാണ് വരിക, അല്ലേ? ഞാൻ പറയണത് ഇവിടുത്തെ പൊളിറ്റിക്കൽ പിന്നെ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചകളെ കുറിച്ചല്ല. ചിലതൊക്കെ അതുമാണ്. എന്താണ് ഇപ്പോൾ വഖഫ്, കുറേ കാലം വഖഫായിരുന്നു വിഷയം, വഖഫ് ഭൂമിയായിരുന്നു വിഷയം. ഈ വഖഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എന്താണ് നമുക്കത് അറിയണം. അതെന്താ നാട്ടിൽ നടക്കുന്നത് നമുക്കറിയണം. അതറിയുമ്പോഴാണ് നമ്മളെ കുടുംബ ഗ്രൂപ്പിൽ അതിനെ പറ്റി ഒന്ന് പറയാൻ പറ്റുക, ഒരു കല്യാണ സദസ്സിൽ അതിനെ പറ്റി പറയാൻ പറ്റുക, നമ്മൾ യാത്ര ചെയ്യണ ബസ്സിൽ ആ സഹയാത്രികനോട് പറയാൻ പറ്റുക, നമ്മളെ പാർട്ടി ഓഫീസിൽ അതിനെക്കുറിച്ച് പറയാൻ പറ്റുക. അതല്ലെങ്കിൽ ഇപ്പൊ എന്താണ് ലവ് ജിഹാദ്, ഇങ്ങനെ, അല്ലെങ്കിൽ ഇപ്പൊ സൂംബ, ഇങ്ങനെ പല പല വിഷയം വരും. ഇപ്പൊ ഈ നേർപ്പദത്തിന്റെ ആദ്യത്തെ 3 പേജ് എന്ന് പറയുന്നത്, 4 പേജ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു കാര്യമായിരിക്കും. ഇനി ആ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ 3 കൊല്ലത്തെ മൊത്തം സാധനം ആദ്യത്തെ 3 പേജ് ഒരു വോളിയാക്കി പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ അടുത്ത 50 കൊല്ലം കഴിയുമ്പോൾ കേരളത്തിന്റെ ചരിത്രമായിരിക്കും വായിക്കണേ. ഈ കാലഘട്ടത്തിലൂടെ ഉണ്ടായ ഓരോ വിഷയത്തിൻ്റെയും ഏറ്റവും ശരിയായ വശങ്ങൾ ഇങ്ങനെ നുള്ളിപ്പൊറുക്കിയെടുത്ത് അത് റിസർച്ച് ചെയ്ത് രേഖപ്പെടുത്തി വെക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ അതിലേക്കൊരു 550 ഉറുപ്പ്യ കൊടുക്കുമ്പോൾ നമ്മൾ ആ ചരിത്രം ശേഖരിച്ചു വെക്കാൻ വേണ്ടി കൂടിയാണ് ആ പൈസ കൊടുക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, വായനയിലൂടെ മാത്രം ദീന് പഠിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. വായനയിലൂടെ മാത്രം. ഇപ്പോൾ ഇവിടെ ഇത് ഇപ്പോൾ മൂസിനൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, അദ്ദേഹത്തോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം. മുമ്പൊരിക്കൽ ഞാൻ എൻ്റെ ഒരു സ്പീച്ചിൽ നമ്മുടെ ചില ന്യൂസ് റീഡർമാർ, മലയാള മനോരമയിലും 24-ലൊക്കെ അങ്ങനെ ന്യൂസ് റീഡർമാരായ കുറേ ആൾക്കാർ, പ്രമുഖരായ ജഡ്ജിമാർ, ഇവരുടെയൊക്കെ പേര് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്പീച്ച് പറഞ്ഞു, ഇവരുടെയൊക്കെ ടേബിളിൽ ഈ സാധനം എത്തണം. എത്തിക്കുക എന്നുള്ളത് നമ്മളെ ബാധ്യതയാണ്. പൊട്ടിക്കുക തുറക്കുക എന്നൊക്കെയുള്ളത് ഓരോ ബാധ്യതയാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു 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 വലിയ മനുഷ്യൻ, നിങ്ങളെ എത്ര ആളുണ്ടോ ഓൽക്കുള്ള പൈസ ഞാൻ തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ 2 വർഷം മുമ്പാണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഒക്കെ ഓൾറെഡി ആഡഡ് ആണ്, ഇത്ര ആളുകൾക്കൊക്കെ പോണൊരു സാധനം. അത് ഇങ്ങനത്തെ ആളുകളുടെയൊക്കെ മേശപ്പുറത്തേക്ക് എത്തുന്ന ഒരു സാധനമാണ്. അപ്പം ഞാൻ പറയണ ആണിനോടും പെണ്ണിനോടൊക്കെ പറയാണ്, ഇതിലൂടെ മാത്രം, വായനയിലൂടെ മാത്രം ദീൻ ഉൾക്കൊള്ളുന്ന എത്ര ആളുകളുണ്ട്. കേരളത്തിൽ ആയിരക്കണക്കിന് പിന്നെ എന്താ ലൈബ്രറികളിൽ, ഇപ്പം ഇവിടെ ഖുത്ബക്ക് വരുന്ന നമ്മുടെ ഒരു ബഹുമാന്യ സുഹൃത്ത്, അദ്ദേഹം 2 എണ്ണം തരലുണ്ട്. അത് 2ഉം വായനശാലയിലേക്കാണ് പോണത്. 2ഉം ഒന്ന് നിയമസഭയുടെ പിന്നെ വായനാ മേശയിലേക്കാണ് ഒന്ന് പോണത്. എല്ലാ വർഷത്തും അദ്ദേഹത്തിന് അത് അങ്ങനെയാണ് പോണത്. അപ്പം നമ്മളെ വീട്ടിൽ 2 ആളുണ്ടെങ്കിൽ നമ്മളൊരു കോപ്പി എടുത്തിട്ട് അത് പൊട്ടിച്ച് നമ്മളെ വീട്ടിൽ വായിക്കുന്ന ഒരു അവസ്ഥ വേണം. ഒരു ഗ്രൂപ്പ് റീഡിംഗ് ഒക്കെ മക്കൾ അങ്ങനെ വായിക്കും, നമ്മൾ കേൾക്കുന്നു. ഇനി മാത്രമല്ല, ഇതൊരു തഫ്സീർ ഇതിലൂടെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആഴ്ചക്കാഴ്ചക്ക് ഒരു തഫ്സീർ വായിക്കുക, തഫ്സീർ സാദി. ഈ തഫ്സീർ സാദി എന്ന് പറയുന്നത് ആധുനിക കാലത്ത് ജീവിച്ചൊരു മഹാപണ്ഡിതനാണ് സൗദി അറേബ്യയിലുള്ള. നമ്മുടെ ഇവിടെ അടുത്ത പ്രദേശത്തുള്ളൊരു ബഹുമാന്യ പണ്ഡിതനാണ് അത് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 2 വോളിയങ്ങൾ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചു. എന്ന് പറഞ്ഞാൽ നിങ്ങൾ 550 ഉറുപ്പ്യ കൊടുക്കുമ്പോൾ ഒരു തഫ്സീർ ഇറങ്ങാനുള്ള പൈസയും കൂടിയാണ് കൊടുക്കുന്നത്. പിന്നെ അതിൽ ഖണ്ഡശ ലേഖനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 10 ലേഖനമായ അതൊരു ബുക്കാക്കും, അങ്ങനെ. അപ്പം അത് വിസ്റ്റം ബുക്സിലേക്ക് ബുക്കാക്കി കൊടുക്കുന്നുണ്ട്. ഒരു ജാരിയായ പുണ്യത്തിന് ഞങ്ങൾ പൈസ കൊടുക്കണേ. റാപ്പർ പൊട്ടിക്കാത്തതിനല്ല പൈസ കൊടുക്കണം 550. ഇതിങ്ങനെ ആളുകൾ പിന്നാലെ തെണ്ടി എടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകരുത്. നമ്മളെ വക ഒരു കോപ്പി, പിന്നെ ഇങ്ങനെ ആയിരക്കണക്കിന് ഗ്രന്ഥശാലകളിലേക്കുള്ളിലേക്ക് ഒരു കോപ്പി. 1 കിലോ ഇറച്ചി വാങ്ങണമെങ്കിൽ എത്ര കൊടുക്കണം പൈസ? ഒരു ചെരുപ്പ് വാങ്ങി എത്ര കൊടുക്കണം പൈസ? കുടുംബ പ്ലാനിങ് ഈ 550 അഡ്ജസ്റ്റ് ചെയ്യാൻ നിൽക്കരുത് നമ്മൾ. ഞാനത് കുറച്ചൊരു ഗൗരവത്തിൽ പറയാണ്. നമ്മൾ എന്ത് ചെയ്യണം ഈ വിഷയത്തിൽ? ഇതൊരു ദീനിയായ പ്രതിരോധമാണ്. എന്താ, 100 കണക്കിന് ഇസ്ലാം വിമർശന സാധനങ്ങൾ ഇറങ്ങുന്നുണ്ട് മാർക്കറ്റിൽ. നിങ്ങൾ മഞ്ചേരി ബസ് സ്റ്റാൻഡിൽ ചെല്ലും, അവിടുന്ന് വാങ്ങാൻ കിട്ടും സാധനം. എന്താ, ഈ ഒക്കെ ഇസ്ലാം വിമർശനങ്ങളാണ്. ആ 100 കണക്കിന് എണ്ണത്തിന്റെ അടിക്ക് ഒന്ന് വേണ്ട സഹോദരന്മാരെ.
അത് ആളുകളിലേക്ക് എത്താൻ വേണ്ടി ശ്രമം നടത്തണ്ടേ? നമ്മളെ കുടുംബത്തിൽ നന്നായി വായിക്കേണ്ട ഒരാളെ ആലോചിച്ച് അയാളെ പേര് മനസ്സിൽ എടുത്തിട്ട് അയാളെ ഫോൺ ചെയ്ത് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പേരിൽ ചേർക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാം. ആരെ പേരിൽ നമുക്ക് ചേർക്കാം. ഇവിടുത്തെ ഫിലിം സ്റ്റാറുകൾ മുതൽക്ക് ഇവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് വരെ, മുഴുവൻ MLA മാര്, മുഴുവൻ MP മാര് എല്ലായിടത്തും എത്തട്ടെ. ഒമാലൈക ഇല്ലൽ ബലാഗ്, എത്തിക്കൽ മാത്രമേ നിന്റെ ഉത്തരവാദിത്വമുള്ളൂ എന്നാണ്. അതുകൊണ്ട് ഈ ഒരു വിഷയമാണ് ഞാൻ രണ്ടാമത്തെ ഖുത്ബയിൽ നിങ്ങളെ കുറച്ചൊരു ഗൗരവപൂർവ്വം ഉണർത്തുന്നത്. എല്ലാവരും ഇതിനൊന്ന് ഗൗരവപൂർവ്വം പരിഗണിക്കണം. അതേതൊരു സംഘടനൻ്റെ ഒരു പത്രം നിങ്ങൾ ആ മറിച്ചു നോക്കിയാൽ മതി, ആ സംഘടനൻ്റെ പേര് അതിൻ്റെ അടിയിലുണ്ടാവും, ഇന്ന ആളുകളാണ് പ്രസിദ്ധീകരിക്കണത്. ഈവൻ വാർത്തകൾ പോലും വാർത്തകൾ പോലും കൊടുക്കാത്ത, ഫോട്ടോകൾ പോലും കൊടുക്കാത്ത, സംഘടനാ നേതൃത്വങ്ങളുടെ ഫോട്ടോകൾ പോലും പബ്ലിഷ് ചെയ്യാത്ത രീതിയിലാണ് സാധനം. അത്രയും കണ്ടന്റിന് പ്രാധാന്യം കൊടുത്തു പോകുന്ന ഒരു സംരംഭമാണ്. അതുമായിട്ട് നമ്മൾ സഹകരിക്കണമെന്ന് ഇതൊരു ദീനിയായ കാര്യം എന്നുള്ള നിലക്ക് ഖുത്ബയിൽ തന്നെ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ.